ഏക്കറുകളോളം പരന്നു കിടക്കുന്ന നെൽവയലുകളെന്ന് പറയാൻ പറ്റില്ല, ഇപ്പോൾ തരിച്ചു കിടക്കുന്ന പാടങ്ങൾ. സത്യത്തിൽ ഇതിൽ ഒരു വർഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും നമുക്ക് നെൽകൃഷി ചെയ്യാൻ പറ്റും. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, നെൽകൃഷി ചെയ്യാൻ പറ്റില്ല. നമുക്ക് തന്നെ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതുകൊണ്ടൊരു ഗുണകരമാവും. അല്ലാത്ത രീതിയിൽ 1000 രൂപ കൂലി കൊടുത്തിട്ട് ഒരു കാരണവശാലും നെൽകൃഷി ചെയ്തതിന് ഒരിക്കലും ലാഭം ഉണ്ടാവില്ല, മുതൽക്കാശ് പോലും തിരിച്ചു കിട്ടില്ല. അങ്ങനൊരു കാലഘട്ടം. ഇത് എരയാങ്കുടി പാടശേഖരമാണ്. ഒരു കാലത്ത് കാർഷിക സമൃദ്ധി ഉണ്ടായിരുന്നൊരു പ്രദേശം. ഏകദേശം 2000-ഓളം ഏക്കർ സ്ഥലത്ത് നെൽകൃഷി ഉണ്ടായിരുന്നൊരു സ്ഥലമാണിത്. എരയാങ്കുടിയിൽ ഈ ഒരു സമരമൊക്കെ ഉണ്ടായിരുന്നത് വളരെ പ്രസിദ്ധമാണ്, ഒരു 10-20 വർഷം മുമ്പ്. ഇപ്പോൾ ഇതിൽ ഒന്നും ചെയ്യുന്നില്ല. കാരണം ഇനിയിപ്പോൾ ഇതിൽ ഈ നെൽകൃഷി മാറ്റി വേറെ എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നിയമപ്രശ്നങ്ങളും നൂലാമാലകളും ഉണ്ട്. ഇവിടെ മറ്റു വിളകൾ വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ അതിനും കുറേ കാര്യങ്ങളുണ്ട്. കൺസ്ട്രക്ഷൻ ചെയ്യാമെന്ന് വെച്ചാൽ ടൂറിസം പർപ്പസ് ആയാലും എല്ലാത്തിനും നിയമത്തിൻ്റെതായ കുറേ നൂലാമാലകളുണ്ട്. കാരണം ഇത് വെറ്റ്ലാൻഡ്, പാഡി ലാൻഡിൻ്റെ ഒരു ഗണത്തിൽപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ അതുകൊണ്ട് അതിനെ കൺവെർഷൻ കിട്ടുകയാണെങ്കിൽ പാഡി ലാൻഡ് മാറ്റിയിട്ട് റിക്ലൈംഡ് ലാൻഡോ അതല്ലെങ്കിൽ പുരയിടമാക്കി മാറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൺവെർഷൻ എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അപ്പോൾ അതിൻ്റേതായ പ്രൊസീജിയർ ഈ ഇതിൽ ആപ്ലിക്കബിളും അല്ല. കുറച്ച് ബേസായിട്ടുള്ള പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്, അത് ഇതിൽ ആപ്ലിക്കബിൾ അല്ല. കൺവെർഷൻ കിട്ടാനുള്ള എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു പാടശേഖരത്തിന് കൺവെർഷൻ, അതായത് റിക്ലൈംഡ് ലാൻഡോ പുരയിടമായിട്ടോ കൺവെർഷൻ കിട്ടാവുന്ന ഒരു എലിജിബിലിറ്റി എന്ന് പറയുന്നത് 2008 അത് 2008 മുമ്പ് അവിടെ 10 വർഷത്തോളം പ്രായമായിട്ടുള്ള അഗ്രികൾച്ചറൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടായിരിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് അതിന് വെറ്റ്ലാൻഡ് ആൻഡ് പാഡി ലാൻഡ് കൺസർവേഷൻ ആക്ട് പ്രകാരമായിട്ടുള്ള ആ പരിധിയിൽ അതിന് കൺവെർഷൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് 2008 മുമ്പല്ല, 2008 ശേഷമായാലും ഇതുവരെ ആയാലും ഇങ്ങനെ വെള്ളക്കെട്ടായിട്ടും പാടമായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇതുകൊണ്ട് ഇനി ഒരു കാരണവശാലും ഇത് നിയമപ്രകാരം ഒരു കൺവെർഷൻ കിട്ടുന്ന സ്ഥലമല്ല. അപ്പോൾ അത് ഗവൺമെൻറ് ഒന്നില്ലെങ്കിൽ അത് ഈ നിയമത്തിൽ അമെൻമെൻറ്റ്സ് വരുത്തണം, അതല്ലെങ്കിൽ അതനുസരിച്ചുള്ള സ്പെഷ്യൽ ഓർഡറുകൾ വരണം. ഇങ്ങനെയുള്ള പാടശേഖരങ്ങൾ മറ്റുള്ള കൃഷിക്കും അതല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ പർപ്പസോ ടൂറിസം പർപ്പസത്തിനൊക്കെ ഉപയോഗിക്കണമെങ്കിൽ. എൻ്റെ ഒരു ചെറിയ നിഗമനം അനുസരിച്ച് ഏകദേശം 1 ലക്ഷത്തോളം ഏക്കർ സ്ഥലമെങ്കിലും കേരളത്തിൽ ഇതുപോലെ ലാൻഡുകളുണ്ട്. ഒരിക്കൽ പോലും നെൽകൃഷി ചെയ്യാൻ സാധ്യതയില്ലാത്ത, എന്നാൽ നെൽകൃഷി ചെയ്താൽ ഉപകാരമല്ലാത്ത, അത് ഗുണപ്രദമല്ലാത്ത, പ്രോഫിറ്റബിൾ അല്ലാത്ത 1 ലക്ഷത്തിലധികം ലാൻഡ് കേരളത്തിലുണ്ട്. ഈ ലാൻഡ് ശരിക്കും വെറുതെ നശിച്ചു പോവുകയാണ്. അപ്പോൾ സത്യത്തിൽ ഈ ലാൻഡിൽ ചെയ്യാവുന്നത് ഒന്നില്ലെങ്കിൽ കൺവെർഷന് ആ നിയമത്തിൻ്റെ അമെൻമെൻറ്റ്സ് വരുത്തിയിട്ട് ആളുകൾക്ക് ഉപയോഗിക്കാവുന്ന, മറ്റുള്ള പർപ്പസിന് ഉപയോഗിക്കാവുന്ന രീതിയിലോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ ഉപയോഗിക്കാവുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു എക്കണോമിക് ഔട്ട്പുട്ടിലേക്ക്, അത് സാമ്പത്തികമായിട്ടുള്ള ഒരു ഉന്നതിയിലേക്ക് നമ്മുടെ സ്റ്റേറ്റിൽ നയിക്കുന്നതായിരിക്കും. കാരണം ഓരോ കർഷകനും കിട്ടുന്ന പണം അത് നമ്മുടെ എക്കോണമിയിൽ, സാമ്പത്തിക അവസ്ഥയിൽ യൂട്ടിലൈസ്ഡ് ആയി കഴിഞ്ഞാൽ തന്നെ മൊത്തം എക്കോണമി കൂടും, നമ്മുടെ ഇൻകം കൂടും, എല്ലാവരുടെയും ഇൻകം കൂടും, തൊഴിൽ മേഖലകളുണ്ടാവും, സമൃദ്ധികളുണ്ടാവും. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ ഒരു വീഡിയോയുടെ അടിസ്ഥാനത്തിൽ പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ എരയാങ്കുടിയാണ് ഈ സ്ഥലം. എരയാങ്കുടിക്ക് ഇതിൻ്റെ അപ്പുറത്ത് ഇതിനോട് കണക്ട് ചെയ്ത് കുറേ സ്ഥലങ്ങൾ, പാടം ഇതിനോട് കണക്ട് ചെയ്ത് വെസ്റ്റ് ഒരട്ടി പാടവും അതേപോലെ മാമ്പ്ര പാടമൊക്കെ ഇതിനോട് കണക്ട് ചെയ്ത് കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ തന്നെയാണ്. ഇവിടെ ഇടയ്ക്ക് ഇതിലെ പാസ് ചെയ്ത് ഒരു ഹോളിഡേ ടൈമിൽ ഇതിലെ ജസ്റ്റ് ഒരു ഫ്രീ ആയിട്ട് ഒരു മണിക്കൂർ നമ്മളതിൻ്റെ ഈ കാണുന്ന ഒരു ഇലക്ട്രിക് ബൈക്കാണ്. ഇതിന് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല, ചാർജ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ അതുകൊണ്ട് ചാർജ് ചെയ്തിട്ട് ഇങ്ങനെ ഓടിക്കാറുണ്ട്, വൈകുന്നേരങ്ങളിലൊക്കെ ഒന്ന് ഓടിക്കാറുണ്ട്. അപ്പോൾ ഒരു രസമാണ്, പോണ വഴിക്ക് ഒരു ചായ ഒരു സ്നാക്കൊക്കെ കഴിച്ച് ഇങ്ങനെ പോകും. അങ്ങനെ കറങ്ങി ഏകദേശം ഒരു 40-50 കിലോമീറ്ററോളം കറങ്ങും. അതൊരു രസമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എടുത്തേക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ചുരുക്കുന്നു. അപ്പോൾ ഇത് എനിക്ക് പറയാനുള്ളൊരു കാര്യം വേറെ ഒന്നുമില്ല. 1 ലക്ഷത്തിലധികം ഏക്കറേജ് സ്ഥലം ശരിക്കും കേരളത്തിൽ യൂട്ടിലൈസ്ഡ് ആയിക്കഴിഞ്ഞാൽ, അത് കാർഷികമായിട്ട് യൂട്ടിലൈസ് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ടും അതിൻ്റെ ഗുണങ്ങളും ശരിക്കും കേരളത്തിലുണ്ടാകും. ഇൻഡസ്ട്രിയലായിട്ട് ഉപയോഗിച്ചാലും അതല്ലെങ്കിൽ ടൂറിസം പർപ്പസിന് ഉപയോഗിച്ചാലും ഒരുപാട് മാറ്റങ്ങൾ വരാൻ സാധ്യതയുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാവരും മനസ്സിലിരിക്കട്ടെ, ഈ നിയമത്തിൽ അമെൻമെൻറ്റ് വരണം, സ്പെഷ്യൽ ഓർഡറുകൾ വരണം, ആളുകളുടെ മനസ്സ് മാറണം, ആളുകൾ ഹാർഡ് വർക്കിംഗ് ആയിരിക്കണം, ഇത് കഠിനാധ്വാനികളും ആയിരിക്കണം. കാരണം നമ്മൾ കൃഷി ചെയ്യുന്ന സമയത്ത് നമ്മൾ തന്നെ കൃഷി ചെയ്താൽ മാത്രമാണ് നമുക്ക് നമ്മുടെ പണിക്കാശെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ തന്നെ കൃഷി പ്രോഫിറ്റബിൾ ആവുള്ളൂ. അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി. കേരളത്തിൻ്റെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് കുന്നുകളും, ചെറിയ കുന്നുകളും വലിയ കുന്നുകളും താഴ്വരകളും സമതലങ്ങളും പാടങ്ങളും കായലുകളും നദികളും
കടലോരങ്ങളും ഒക്കെ ചേർന്ന ഒരു ഭൂപ്രകൃതിയാണ്. അപ്പോൾ ആ ഭൂപ്രകൃതിയെ സംബന്ധിച്ച് വലിയൊരു വെള്ളക്കെട്ടായി കിടക്കുന്ന ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമിയൊന്നും ശരിക്കും അത് അങ്ങനെ വെള്ളക്കെട്ടായി കിടക്കേണ്ട ഒരു ആവശ്യമില്ല. അതെന്തെങ്കിലും കാര്യത്തിൽ യൂട്ടിലൈസ് ചെയ്തെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ എക്കോളജിക്ക്, പരിസ്ഥിതിക്ക് യാതൊരു വ്യത്യാസങ്ങളും വരാനില്ല. നേരെ മറിച്ച് അങ്ങനെ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു ഘടകം ഉണ്ടെങ്കിൽ 100% നമ്മൾ അതിനൊക്കെ നിന്ന് കൊടുക്കാൻ വേണ്ടേ. അങ്ങനെയുള്ള നിയമങ്ങൾക്ക് അനുകൂലമാകാണ് വേണ്ടത്. നമ്മുടെ മനസ്ഥിതികൾ മാറാൻ വേണ്ടേ. അപ്പോൾ എല്ലാവർക്കും അതൊന്ന് മനസ്സിലിരിക്കട്ടെ.